എറണാകുളത്ത് CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും ക്രൈംബ്രാഞ്ച് അന്വേഷണം. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും പരാതികൾ ലഭിക്കുന്നുണ്ട്. പറവൂരിൽ മാത്രം 1000-ലധികം പേർ തട്ടിപ്പിന് ഇരയായതായാണ് പരാതി. മൂവാറ്റുപുഴയിലെ കേസിൽ പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഷീറ്റ് സൊസൈറ്റികൾ വഴി കോടികൾ തട്ടിയ കേസിൽ വെള്ളിയാഴ്ചയാണ് തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. വൻ കമ്പനികളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലായിരുന്നു അറസ്റ്റ്. ഇതിന് പിന്നാലെയാണ് പറവൂരിൽ നിന്നടക്കം പരാതികൾ വന്നത്. സംസ്ഥാനത്താകെ 500 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഏകദേശ കണക്ക്. 3 മാസം മുമ്പ് മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ അനന്തകൃഷ്ണന്റെ 2 അക്കൗണ്ടുകളിലെ 3 കോടി രൂപ മരവിപ്പിച്ചിരുന്നു. വണ്ടിയുടെ പകുതി വില നൽകിയാൽ 3 മാസത്തിനകം വാഹനം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 50,000 രൂപ മുതൽ 60,000 രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയും ഇത്തരത്തിൽ CSR ഫണ്ട് നൽകിയിരുന്നില്ല. പരാതിക്കാർ കൂടുതലായാൽ പണം തിരികെ കിട്ടില്ലെന്ന പ്രതിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ സമാനമായി നിരവധി പരാതികൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിക്കുന്നുണ്ട്. ജനം, കൊച്ചി.